നമ്മുടെ ടേപ്പിൽ, നിങ്ങളുടെ കയ്യിലുള്ള ടേപ്പിൽ, ചിലരുടെ ടേപ്പിൽ ഒരു വശത്ത് തന്നെ രണ്ട് കണക്കും ഉണ്ടാവും. അതായത് സെൻറ്റിമീറ്റേഴ്സിൻ്റെ നമ്പേഴ്സും ഉണ്ടാവും, ഇഞ്ചേഴ്സിൻ്റെ നമ്പേഴ്സും ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ, നമ്മുടെ ഡ്രസ്സിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇഞ്ചേഴ്സിലാണ് നമ്മൾ മാർക്ക് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ ഫസ്റ്റിൽ പഠിക്കുമ്പോൾ നമുക്ക് പാറ്റേൺ ആയിട്ടാണ് പഠിക്കേണ്ടത്. നമ്മൾ ഒന്നുകിൽ ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ ആണ് നമ്മൾ മാർക്ക് ചെയ്ത് പഠിക്കേണ്ടത്. അങ്ങനെ മാർക്ക് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇഞ്ചേഴ്സ് ഒഴിവാക്കിയിട്ട് സെൻറ്റിമീറ്റേഴ്സിൽ മാർക്ക് ചെയ്യാം. പാറ്റേൺ കട്ടിങ് ചെയ്യാം, കണ്ടിട്ടുണ്ടോ? പാറ്റേൺ ആയിട്ട് കട്ട് ചെയ്യുന്ന രീതിയാണത്. അപ്പോൾ നമുക്കൊരു 10 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെറിയൊരു രീതിയിൽ ആദ്യം നമ്മുടെ കൈ വഴങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓക്കെ. അപ്പോൾ ഈ ഒരു 10 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു നീളത്തിലുണ്ടാവും. അപ്പോൾ നമ്മളത് ക്ലോത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ 10 ഇഞ്ചിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്യാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പേപ്പർ മാത്രം യൂസ് ചെയ്യുക. പേപ്പറിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ പേപ്പറിൽ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആ 10 ഇഞ്ച് എന്നുള്ളത് എടുക്കാതെ 10 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ട് എടുക്കുക. അങ്ങനെ 10 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞിട്ടായിരിക്കും അളവ് കിട്ടുക. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മാർക്കിങ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, 1 മീറ്റർ ക്ലോത്ത് എന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. അതായത് 100 സെൻറ്റിമീറ്ററും 39 ഇഞ്ചുമാണ്. ചിലപ്പോൾ നമുക്ക് 40 ഇഞ്ചായിട്ട് തന്നെ കിട്ടും. ചിലതിൽ നമ്മൾ റെഡിമെയ്ഡ് റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്ത് മേടിക്കുമ്പോൾ 41 ഇഞ്ച്, 42 ഇഞ്ച്, ചിലത് 38 ഇഞ്ചൊക്കെ ആയിട്ട് കിട്ടും. പക്ഷേ അതിൻ്റെ ശരാശരി കണക്ക് എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. 1 മീറ്റർ ക്ലോത്ത് എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. ഈ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് തൊട്ട് ബേക്കിൽ നോക്കുക, അത് കണ്ടില്ലേ, 30ൻ്റെയും 40ൻ്റെ ഇടയിലുള്ള ഒരു ഭാഗമാണത്. 39 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ ആയിട്ടാണ് 1 മീറ്റർ ക്ലോത്ത് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പറയും ചുരിദാർ തയ്ക്കാൻ എത്ര മീറ്റർ ക്ലോത്ത് വേണം എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചുരിദാർ തയ്ക്കാൻ എത്ര മീറ്റർ ക്ലോത്ത് വേണം എന്ന് പറയുന്നത് ചുരിദാറിൻ്റെ ലെങ്ത്തിനും വിഡ്ത്തിനും അനുസരിച്ചിട്ടായിരിക്കും. ചുരിദാറിൻ്റെ ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ശരാശരി കണക്കിൽ ഒരു 40 ഇഞ്ചാണ് നമ്മൾ ചുരിദാറിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ മാത്രമായിരിക്കും 40 ഇഞ്ച് വരാം അല്ലേ. ബേക്കിലും അതേപോലെ 40 ഇഞ്ച് വേണം, പ്ലസ് തയ്യൽ തുമ്പ് വേറെ വേണം. അപ്പോൾ തന്നെ 2 ഇഞ്ചിൻ്റെ മേലേക്ക് വന്നു. അതേപോലെ സ്ലീവിൻ്റെ പാർട്ടിന് ഒരു 1 ഇഞ്ചോളം വേണം. അപ്പോൾ 2.5 മീറ്ററോളം നമുക്ക് ക്ലോത്ത് വന്നു. ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു അളവ്. എല്ലാവരും പറയുന്നത് എന്തെന്ന്, 2.5 മീറ്റർ ക്ലോത്ത് മതി, 2.5 മീറ്റർ ക്ലോത്ത് മതി എന്ന് പറയുന്നത്. ഇതന്നെ നമുക്ക് ചുരിദാറിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതൽ വേണം. ഒരു 46 ഇഞ്ച് ചുരിദാറിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ പോർഷൻ മാത്രം എത്ര ഇഞ്ച് വന്നു? 46 ഇഞ്ച് വന്നു. ഈ 46 ഇഞ്ച് എന്ന് പറയുന്നത് ഏതായി? 1 മീറ്ററിന് മേലേക്ക് വന്നല്ലേ. അതേപോലെ തന്നെ ബേക്കിലേക്ക് ഒരു 46 ഇഞ്ച് പ്ലസ് തയ്യത്തുമ്പും കൂടി വരികയാണ് അവിടെ. അതായത് 1 മീറ്ററും ഒരു 10 അല്ലെങ്കിൽ ഒരു 8 ഇഞ്ചോളം കൂടുതലും അവിടെ കൂടുകയാണ്. അപ്പോൾ ബേക്കിലേക്ക് അതേപോലെ തന്നെ കൂടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ 2.5 മീറ്റർ ക്ലോത്ത് നമുക്ക് തികയോ? ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചേഴ്സിൻ്റെ കണക്ക് ഞങ്ങൾക്ക് പറഞ്ഞത്. 1 മീറ്ററിൽ എത്ര ഇഞ്ചേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സിൻ്റെ നീളം കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മീറ്റർ ക്ലോത്ത് വേണം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മുടെ ക്ലോത്തിൻ്റെ വീതി, ഓരോ ക്ലോത്തിനും റണ്ണിങ് മെറ്റീരിയലായിട്ട് വരുന്ന ഓരോ ക്ലോത്തിനും വ്യത്യസ്തമായിട്ടുള്ള വീതിയാണ് വരുന്നത്. ഉദാഹരണം, കോട്ടൻ്റെ ലൈനിങ്ങും ഒരു ക്രൈപ്പിൻ്റെ ലൈനിങ്ങും മാത്രം നിങ്ങളൊന്ന് ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം. കോട്ടൻ്റെ ലൈനിങ്ങിൽ വീതി ഭാഗം വരുന്നത് ഒരു 34 ഇഞ്ചായിരിക്കും വീതി. മറിച്ച് ഒരു ക്രൈപ്പോ മറ്റേതെങ്കിലും ക്ലോത്ത് നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ മിനിമം 40 ഇഞ്ചോളം വീതി വരും. അതിൻ്റെ വീതി മാത്രമായിട്ട് 40 ഇഞ്ചോളം വരും. ഓക്കെ. അതൊരു കോൾ വന്നത് നമ്മുടെ ക്ലാസ്സിലുള്ള ആർക്കോ സൗണ്ട് കേൾക്കാത്തത് എന്തുകൊണ്ട്, അപ്പോൾ അവർ കോൾ ചെയ്തിട്ട് സംസാരിക്കണം. ഞാനതൊക്കെ വിശദമായിട്ടൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, ആരും കോൾ ചെയ്യരുത് എന്നുള്ളത് ക്ലാസ്സിൻ്റെ ടൈമിൽ. ഓക്കെ. അപ്പോൾ വീതിക്കനുസരിച്ച്, ക്ലോത്തിൻ്റെ വീതിക്കനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ? എല്ലാവർക്കും അങ്ങനെയാണോ കേൾക്കുന്നത്? ഓക്കെ. അത് ചിലരുടെ ഓക്കേടാ, അത് റേഞ്ചിൻ്റെ പ്രശ്നമായിരിക്കും. ഓക്കെ. അപ്പം ചില ക്ലോത്തിൻ്റെ വീതി ഇപ്പോൾ 60 ഇഞ്ച്, മൊത്തം ടോട്ടൽ ലെങ്ത്ത് 60 ഇഞ്ചിയുടെ വീതി വരുന്ന ക്ലോത്തും ഉണ്ട്. അബായയുടെ ക്ലോത്തുകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ക്ലോത്താണ് നിങ്ങൾ ഒരു ചുരിദാർ ടോപ്പ് തയ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, ലെങ്ത്ത് നോക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഉണ്ടോ? കാരണം ഓൾറെഡി നിങ്ങൾ ഉദ്ദേശിച്ച ചുരിദാറിൻ്റെ ലെങ്ത്തിനേക്കാൾ ഒരുപാട് ലെങ്ത്ത് മീൻ വീതി കൂടുതലുള്ള ഒരു ക്ലോത്താണത്. അപ്പോൾ അതിൻ്റെ വീതിയുടെ ഭാഗം വെച്ചിട്ട് നമുക്ക് അതിനെ ലെങ്ത്തിലേക്ക് എടുത്തിട്ട് ബാക്കി അങ്ങനെ വരുമ്പോൾ 1-2 മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് മതി? ക്ലോത്ത് മതി. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ക്ലോത്ത് വാങ്ങിക്കാൻ. ഷോപ്പിൽ നിന്ന് നമ്മൾ എത്ര മീറ്റർ വേണം, ഇനിയിപ്പോൾ എത്ര മീറ്റർ വേണം എന്നുള്ളൊരു ആ കൺഫ്യൂഷൻ വേണ്ട. നമ്മുടെ വീതി നീളവും അനുസരിച്ചിട്ട് ക്ലോത്ത് വാങ്ങിക്കാം. ആ വീതി നീളം അനുസരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നീളം എത്ര ഇഞ്ച് ആണെന്നുള്ളത് കണക്കാക്കുമ്പോൾ എത്ര ഏകദേശം ഒരു 1 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് അത്ര മതിയാവില്ലല്ലോ. 1 സെന്റിമീറ്റർ എന്ന് ഉദ്ദേശിച്ചത് ഇയാൾ എത്രയാണ്? അല്ല, 170 170 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക്
170 ഹൈറ്റ് നമ്മൾ അങ്ങനെയല്ല, ആ ഹൈറ്റിനനുസരിച്ചിട്ടല്ല നമ്മൾ ഒരു ബോഡിയുടെ ഹൈറ്റിനനുസരിച്ചിട്ടല്ല നമ്മൾ ചുരിദാർ തയ്ക്കൽ. നമ്മുടെ ഷോൾഡർ ടു നമ്മുടെ ചുരിദാറിൻ്റെ ലെങ്ത് എത്ര വേണം എന്നുള്ളത് ഒരു വ്യക്തികളുടെ നമ്മുടെ കസ്റ്റമൈസിൻ്റെ. ഇപ്പോൾ എനിക്ക് ചുരിദാർ തയ്ക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചുരിദാറിന് പല ലെങ്ത്തിൻ്റെതും ഉണ്ട്. 35 ലെങ്ത്തിൻ്റെ ഉണ്ട്, 38 ലെങ്ത്തിൻ്റെ ഉണ്ട്, 40 ഉണ്ട്, 42, 44, 46 അങ്ങനെ പല ലെങ്ത്തിൻ്റെ ചുരിദാർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡർ തൊട്ടിട്ട് താഴേക്ക് എത്ര ഇഞ്ച്, അത് ഞാൻ പറഞ്ഞത് എത്ര ഇഞ്ചാണ് നമ്മൾ തയ്ക്കാൻ വേണ്ടി പോകുന്ന ഡ്രസ്സിൻ്റെ ലെങ്ത്ത് എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് ആദ്യം നമുക്ക് കണക്ക് കിട്ടുമല്ലോ. നമ്മൾ ബോഡിയിൽ നിന്ന് അളവ് എടുക്കുമ്പോൾ തന്നെ ഇത്ര ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വേണ്ടത് എന്നുള്ളത് നമുക്ക് കിട്ടുമല്ലോ. പ്ലസ് തയ്യൽ തുമ്പോൾ അതിന് കൂട്ടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര ഇഞ്ചോളം അല്ല എത്ര മീറ്ററോളം ക്ലോത്ത് വേണ്ടി വരും എന്നുള്ളത് നോക്കാം. പിന്നെ നമ്മൾ ക്ലോത്ത് വാങ്ങിക്കുമ്പോഴാണ്, പിന്നെ ക്ലോത്ത് വാങ്ങിക്കുമ്പോൾ ക്ലോത്തിൻ്റെ വീതി നമ്മുടെ ഈ എടുത്തിട്ടുള്ള നീളത്തേക്കാൾ വീതി കൂടുതൽ കിട്ടുന്നുണ്ട്. അതും ആ വീതി കൂടുതൽ കിട്ടിയത് കൊണ്ട് കാര്യമായില്ല. ഇപ്പോൾ യൂണിഫോമിൻ്റെ ക്ലോത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരേ ലൈനിലായിരിക്കും വരാം അല്ലേ? ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഒരു ഉദാഹരണമായിട്ട് മാത്രം കാണാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് ഇത് ഒരേ നീളത്തിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്തിനെ സംബന്ധിച്ച് ഇത് എത്ര വീതി കൂടുതലുണ്ടെങ്കിലും എനിക്ക് എന്താക്കാൻ പറ്റില്ല, ഇതിനെങ്ങനെ ചെരിച്ച് വീതി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഈ ഒരു ലൈന് ഇങ്ങനെ വരും, മനസ്സിലായി? അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ നീളം, ക്ലോത്തിൻ്റെ വീതി, ക്ലോത്തിൻ്റെ ഡിസൈൻ, ഇത് മൂന്നും നോക്കിയിട്ട് വേണം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് എന്തെല്ലാം അളവുകളാണ് ആവശ്യമുള്ളത് എന്നുള്ളതാണ്. അളവുകളുടെ അളവെടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ അയച്ചു തരാം. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. നമുക്ക് ചുരിദാർ തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള അളവുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ആദ്യം വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ തൊട്ടിട്ട് നമുക്ക് എത്രയാണോ നീളം വേണ്ടത് എന്നുള്ളതാണ്. ഒരു ചുരിദാർ തയ്ക്കാൻ 40 ഇഞ്ച് 40 ഇഞ്ച് 40 ഇഞ്ച് എന്ന് പറയും. എന്നരുത് 40 ഇഞ്ച് അല്ലാതെ ഒരു കസ്റ്റമൈസിൻ്റെ എൻ്റെ അളവിലോ ഇയാളുടെ അളവിലോ അല്ല തയ്ക്കേണ്ടത്. നമുക്ക് ഓരോ ചുരിദാറിൻ്റെ മോഡലിനനുസരിച്ചിട്ട് നീളം കുറക്കാനും കൂട്ടാനും പറ്റണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത്താണ് നമ്മൾ എടുക്കണം. അപ്പോൾ ഷോൾഡർ തൊട്ടിട്ട് ഫുൾ ലെങ്ത്ത് ചുരിദാറിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. മാർക്ക് ചെയ്യേണ്ടതല്ല, എഴുതി വെക്കേണ്ടത്. എഴുതി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, എഴുതി വെക്കുന്ന സമയത്ത് തന്നെ പ്ലസ് ഇത്ര കൂട്ടണം, പ്ലസ് ഇത്ര തയ്യൽ തുമ്പിന് കുറക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതി വെക്കരുത്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് ആ കറക്റ്റ് എഴുതി വെക്കാം. അത് കൂട്ടേണ്ടതും കുറക്കേണ്ടതും നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്താണ്. നമ്മൾ ക്ലോത്ത് വിരിച്ച് വെച്ച് മാർക്ക് ചെയ്യുമല്ലോ, ആ മാർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓരോ ഫോർമുലാസും യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ മുന്നായിട്ട് നമ്മളൊന്നും കൂട്ടിയും കുറച്ചും എഴുതി വെക്കണ്ട. ആ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും. അപ്പോൾ എഴുതി വെക്കാം. ഷോൾഡർ തൊട്ടിട്ട് എത്ര ഇഞ്ചാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് എഴുതി വെക്കാം. അതിനുശേഷം വേണ്ടത് നമ്മുടെ ഷോൾഡർ തൊട്ടിട്ട് ഷേപ്പ് വരെയുള്ള ലെങ്ത്ത്, അതായത് വേസ്റ്റ്, ഷോൾഡർ ടു വേസ്റ്റിൻ്റെ ലെങ്ത്താണ് എഴുതി വെക്കേണ്ടത്. ഇവിടുത്തെ ആദ്യം എഴുതി വെക്കരുത്. ഇപ്പോൾ ഷോൾഡർ തൊട്ടിട്ട് വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒരു 14, 15, 16 എന്നൊക്കെയുള്ള ലെവലിൽ വരും. ഹൈറ്റിനനുസരിച്ച് ചിലപ്പോൾ 1-2 ഇഞ്ചിൻ്റെയൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് എഴുതി വെക്കാം. അതിനുശേഷം വേണ്ടത് ഷോൾഡർ മുതൽ നമ്മുടെ ഹിപ്പിൻ്റെ ലെങ്ത്ത്, അതായത് സൈഡ് ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ ലെങ്ത്ത്, ഷോൾഡർ തൊട്ടിട്ട് ഹിപ്പ് ലെങ്ത്ത്. നമ്മുടെ സൈഡ് ഓപ്പൻ്റെ ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ സൈഡ് ഓപ്പൺ വരുന്ന ഭാഗം നമ്മുടെ ഹിപ്പിനോട് ചേർന്നിട്ടുള്ളൊരു ഭാഗമാണ്. സീറ്റിൻ്റെ ലെങ്ത്തിലേക്ക് ഇറക്കി നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്യില്ല. പിന്നെ അത് ഓരോ കസ്റ്റമൈസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സീറ്റിൻ്റെ ലെങ്ത്തിലേക്കും അതിനേക്കാളും ഇറക്കിയിട്ട് സൈഡ് ഓപ്പൺ അടിക്കുന്നവരുമുണ്ട് അല്ലേ, ഓരോ ഇഷ്ടാനുസരത്തിനനുസരിച്ചിട്ട് എടുക്കുന്നവരുമുണ്ട്. ഈ ഒരു നോർമൽ കണക്ക് പ്രകാരം 7, 14, 21 ഇങ്ങനെ ഈ 3 ലെവലാണ് നോർമൽ ഒരു എക്സൽ ചുരിദാറിൻ്റെ അളവ്. അതായത് 7 എന്ന് ഉദ്ദേശിക്കുന്നത് ഷോൾഡർ തൊട്ടിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഭാഗമാണ് 7 ഇഞ്ച് എന്നുള്ളത്. അതിനേക്കാൾ വീണ്ടും ഷോൾഡർ തൊട്ടിട്ട് 14ലേക്ക് വരുമ്പോൾ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് എത്തും. അവിടുന്ന് വീണ്ടും ഷോൾഡർ തൊട്ടിട്ട് 21ലേക്ക് വരുമ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം, അതായത് സൈഡ് ഓപ്പൻ്റെ ഭാഗത്തേക്ക് എത്തും. ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു അളവ്. ഒന്നും കൂടി പറയാം. അതായത് ഫസ്റ്റ് ഷോൾഡർ ടു നമ്മൾ എത്രയാണോ ലെങ്ത് വേണ്ടി അളവ് എടുക്കുക, ലെങ്ത് വേണ്ടിയത്. പിന്നെ രണ്ടാമത് വരുന്നത് ഷോൾഡർ ടു വേസ്റ്റിൻ്റെ ലെങ്ത്ത്, വേസ്റ്റ് ലെങ്ത്, അതായത് ഷേപ്പിന്റെ ഭാഗത്തെ ലെങ്ത്. അതിനുശേഷം ഹിപ്പിന്റെ ലെങ്ത്. അതൊരു സ്റ്റാൻഡേർഡ് അളവാണ്. അതൊരു സ്റ്റാൻഡേർഡ് അളവാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഒരു അളവ് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് തരയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ ഒരു അളവ് പ്രകാരം മാർക്ക് ചെയ്ത് അപ്പോൾ എൻ്റെ ഒരു അളവ് പ്രകാരം ഇപ്പം നിങ്ങളോട് ഞാനിപ്പോൾ പറയുന്നത് എന്താണ്, നിങ്ങളുടെ അളവിൽ നിങ്ങൾ തയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പം ഞാനൊരു അളവ് പറഞ്ഞു തന്നിട്ട് ഞാൻ ആ ഒരു അളവ് പ്രകാരം നിങ്ങളെ കൊണ്ട് മനഃപ്പാടമാക്കിച്ചിട്ട് നിങ്ങളെ കൊണ്ട് അത് മാർക്ക് ചെയ്യിപ്പിച്ച് അത് കട്ട് ചെയ്യിപ്പിച്ച് അത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അത് മാത്രമാണ് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ അളവുകളൊന്നും നിങ്ങൾ പഠിക്കില്ല. നിങ്ങളുടെ അളവിലേക്ക് നിങ്ങളത് മാറ്റി ചെയ്യുമ്പോൾ അതിലെന്താണ് വ്യത്യാസം വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അളവിൽ നിങ്ങളുടെ രീതിയിൽ വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഒരു അളവ് പറഞ്ഞു തരികയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അളവ് എന്ന നിലയ്ക്ക് ഷോൾഡർ തൊട്ടിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് വരെ 7 ഇഞ്ച് എന്നുള്ളതാണ്. ഈ ആം ഹോളിൻ്റെ ലെങ്ത്തിൽ തന്നെയാണ് നമ്മുടെ നെഞ്ചിൻ്റെ വണ്ണവും മാർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടില്ല, ആം ഹോളിൻ്റെ ഈ പോയിന്റ് എവിടെയാണോ സ്റ്റോപ്പ് ആവുന്നത് അവിടെ നിന്ന് തൊട്ടിട്ടാണ് നമ്മുടെ നെഞ്ചിൻ്റെ വണ്ണം നമ്മൾ
മാർക്ക് ചെയ്ത് വരുന്നത്, അത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ലെങ്ത്ത് എടുത്തതിന് ശേഷം സെക്കൻഡ് എടുക്കുന്നത് ആം ഹോളിൻ്റെ ഭാഗമോ ചെസ്റ്റിൻ്റെ ലെങ്ത്തോ അല്ല, നേരെ വേസ്റ്റിൻ്റെ ലെങ്ത്താണ്. നമ്മളവിടെ ആം ഹോളിലേക്ക് പോയിട്ടില്ല, ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കേ പോയിട്ടില്ല. ഒരു സ്റ്റാൻഡേർഡ് അളവ് പ്രകാരം എന്ന് പറയുന്ന ഒരു അളവ് എന്ന് പറയുന്നത് ഷോൾഡർ ടു 7 ഇഞ്ച്, ഷോൾഡർ മുതൽ 7 ഇഞ്ച് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം, ആം ഹോളിൻ്റെ വണ്ണവും അവിടെ തന്നെയാണ്. അവിടുന്ന് വീണ്ടും ഷോൾഡർ ടു 14, നമ്മുടെ 0 to 14 ഇഞ്ചോളം വരുന്നത് വേസ്റ്റിൻ്റെ ലെങ്ത് ആയിട്ടാണ്. വീണ്ടും ഷോൾഡർ ടു 21 ഇഞ്ച്, ഏറ്റവും ടോപ്പിൽ നിന്ന് 21 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നത് ഹിപ്പിൻ്റെ ലെങ്ത്ത്, അതായത് സൈഡ് ഓപ്പൻ്റെ ഭാഗത്തെ ലെങ്ത് ആയിട്ടാണ് അവിടെ നിന്ന് കണക്കാക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അളവ് പ്രകാരം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ അളവ് പ്രകാരം ഇപ്പം നിങ്ങൾ അളവെടുക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകൾക്കും, ഒരു നോർമൽ ബോഡിയിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു അളവ് തന്നെ ആയിരിക്കും കിട്ടാം. അതായത് 14, ഷേപ്പിൻ്റെ ഭാഗം 14 ഇഞ്ച്, സീറ്റിൻ്റെ ഭാഗമല്ല, ഹിപ്പിൻ്റെ ഭാഗം, സൈഡ് ഓപ്പൺ വരുന്ന ഭാഗം 21 ഇഞ്ചായിട്ട് തന്നെ ആയിരിക്കും കിട്ടാം. അതിൽ വ്യത്യാസം വരുന്നത് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളം കുറച്ചുകൂടി കൂടുതലുള്ളവർ, വണ്ണം കുറച്ചുകൂടി കൂടുതലുള്ളവർ, അല്ലെങ്കിൽ ഹൈറ്റ് നല്ല കുറവുള്ളവർ, ഈ ബോഡിയുടെ വ്യതിയാനത്തിനനുസരിച്ച്, അതായത് വ്യത്യാസത്തിനനുസരിച്ച്, ഡിഫറൻറ്റിനനുസരിച്ചിട്ട് എന്താവും നമ്മുടെ ഈ അളവുകളുടെ ലെങ്ത്തിൽ വ്യത്യാസം വരും. നല്ല ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഷോൾഡർ ടു വേസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചോ 13 ഇഞ്ചോ ആയിരിക്കും കിട്ടാം. നല്ല ഹൈറ്റ് കൂടിയ ഒരാളാണ്, ഇപ്പോൾ 60 സൈസിൻ്റെ നൈറ്റിയൊക്കെ യൂസ് ചെയ്യുന്നവരില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 17 ഇഞ്ചോളം ലെങ്ത്ത് വേസ്റ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നോർമൽ ബോഡിയുടെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡെമ്മി, ഷോപ്പിലൊക്കെ കണ്ടിട്ടില്ലേ ഡെമ്മി, ആ ഡെമ്മിയിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അളവ് വെച്ച് കാണിച്ചാൽ ആ ഡെമ്മിയുടെ അളവിലായിരിക്കും, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ ഭൂരിഭാഗം ബോഡിയും നോർമലായിട്ടുള്ളൊരു ബോഡി വരുമ്പോൾ ആ 14 ഇഞ്ചിൽ തന്നെ 21 ഇഞ്ചിൽ തന്നെ ആയിരിക്കും ഈ 2 ലെങ്ത്ത് നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ അതൊന്ന് എഴുതി വെക്കുക. അപ്പോൾ ഏതൊക്കെ ഇപ്പോൾ പഠിച്ചത്, നമ്മൾ ഫുൾ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ ടു വേസ്റ്റിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അത് എഴുതി വെക്കുക. പിന്നെ ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്ത്, സൈഡ് ഓപ്പൺ വരുന്ന ഭാഗത്തെ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി അതേ ഭാഗത്ത് തന്നെ ഹിപ്പിൻ്റെ ഭാഗത്ത് 2 ലെങ്ത്ത് ആയിട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ സൈഡ് ഓപ്പൻ്റെ ഭാഗം നമ്മൾ പറഞ്ഞില്ലേ, ഹിപ്പിൻ്റെ ലെങ്ത്തിൻ്റെ ഭാഗത്ത്, അതായത് നമ്മുടെ ബട്ടക്സിൻ്റെ തൊട്ട് മേലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈഡ് ഓപ്പൺ ആയിട്ട് പറ. എനി ക്വസ്റ്റ്യൻസ്? പിന്നെ സൈഡ് ഓപ്പൺ നമ്മൾ വേറെ തന്നെ മാർക്ക് ചെയ്യണോ? ഷോൾഡർ ടു സൈഡ് ഓപ്പൺ വേറെ തന്നെ മാർക്ക് ചെയ്യണോ? സൈഡ് ഓപ്പൺ അല്ല, ഹിപ്പിന്റെ ലെങ്ത് ആയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്. അല്ല, ഹിപ്പിന് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതിനെ പോലെ സൈഡ് ഓപ്പൺ അല്ലേ വേറെ മാർക്ക് ചെയ്യണ്ടല്ലോ? അവിടെ തന്നെയാണ് സൈഡ് ഓപ്പൺ മാർക്ക് ചെയ്യേണ്ടത്, അവിടെ തന്നെയാണ്. പിന്നെ സീറ്റിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്. സീറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ സൈഡ് ഓപ്പന്റെ ഭാഗത്തല്ല നമ്മൾ സീറ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. സൈഡ് ഓപ്പൺ വരുന്ന ഭാഗത്തല്ല നമ്മൾ സീറ്റിൻ്റെ ലെങ്ത്ത്, വേറെ സീറ്റിൻ്റെ ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൈഡ് ഓപ്പൺ അല്ലാത്ത എലൈൻ ചുരിദാർ ഉണ്ടല്ലോ, സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ, അവിടുത്തെ വണ്ണം, അതായത് സീറ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത് ഹിപ്പിൻ്റെ റൗണ്ടിൻ്റെ മേൽഭാഗത്തല്ല അവിടെ നമ്മൾ ഹിപ്പിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യുക, സീറ്റ് റൗണ്ടിലേക്കാണ്. അതായത് നമ്മുടെ ബട്ടക്സ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മളൊരു ഭാഗത്ത് സിറ്റിംഗ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ തൊട്ടിട്ട് നമ്മുടെ സീറ്റ് വരെ, ആ ഇരിക്കുന്ന സീറ്റ് വരെയുള്ള ലെങ്ത്ത്. സ്റ്റെക്ക് ആവുന്നുണ്ടല്ലേ? ഹലോ, ഓക്കെ. അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഷോൾഡർ ടു സീറ്റ് വരെയുള്ള ലെങ്ത്താണ് സീറ്റ് ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സീറ്റ് ലെങ്ത്തിൻ്റെ ഭാഗത്താണ് നമ്മൾ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിന് മാർക്ക് കൊടുക്കുക. അതായത് അവിടുത്തെ വണ്ണം ഫോർമുല പ്രകാരം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം, അത് സൈഡ് ഓപ്പൺ ഇല്ലാത്തതിന്. പക്ഷേ ചില ആളുകൾക്ക് സൈഡ് ഓപ്പൺ ഇറക്കിയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഹിപ്പ് റൗണ്ടിൽ നിന്നും താഴേക്ക് സീറ്റ് റൗണ്ടിലേക്ക് ഇറക്കിയിട്ടായിരിക്കും മാർക്ക് കൊടുക്കേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവിടുത്തെ. അല്ല, ചില ഈ ഒരു സൈഡ് ഓപ്പൺ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? നമ്മുടെ ബട്ടക്സ് ഇങ്ങനെ എടുത്തറിയും. ഇച്ചിരി തടിയുള്ളവരൊക്കെ ആണെങ്കിൽ ശരിക്കും ആ ഒരു ബട്ടക്സ് എടുത്തറിയും. അപ്പോൾ ഹിപ്പിൻ്റെ ഭാഗത്താണ് നമ്മൾ സൈഡ് ഓപ്പൺ വെക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ അവിടെ ഓപ്പൺ ആയി കിടക്കുക, 2 സൈഡും ഓപ്പൺ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ ആ ബട്ടക്സിൻ്റെ ബോറ് അറിയില്ല. അതാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത്. പക്ഷേ ചില കസ്റ്റമേഴ്സിന് അങ്ങനെ ഇഷ്ടമല്ല, ആ ഒരു ഭാഗം കാണണ്ട, താഴേക്ക് ഇറക്കിയിട്ട് സൈഡ് ഓപ്പൺ മതി എന്ന് പറയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലെങ്ത്ത് എടുത്തു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ലെങ്ത്തുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ഒരു തോളലിൽ തൊട്ട് മറ്റൊരു തോളലിൽ വരെയുള്ള വീതി, അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഷോൾഡർ ബേക്കിൽ നിന്നാണ് ഷോൾഡർ എടുക്കേണ്ട അളവ്. മുളക് വെക്കും വെച്ച് വരാട്ടാ. ക്ലാസ് എടുക്കാം. മുളക് വെക്കും.
അപ്പോൾ ഷോൾഡർ ലെങ്ത് ഇപ്പോൾ ഏതൊക്കെ പറഞ്ഞു നിങ്ങൾ എഴുതി വെച്ചൊന്ന് പറഞ്ഞേ. ഓക്കെ, ഷോൾഡർ ടു വേസ്റ്റ്, ഷോൾഡർ ടു ഹിപ്പ്, ഷോൾഡർ ടു ഹിപ്പ്. നെക്സ്റ്റ് സീറ്റ് സീറ്റ് റൗണ്ട് വേണ്ട, റൗണ്ട് ഓക്കെ, റൗണ്ടിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഫുൾ ലെങ്ത്തുകൾ മാത്രമേ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്, ലെങ്ത്തുകൾ മാത്രമേ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഇനി ലെങ്ത്ത് ബേക്കിലെ നെക്കിൻ്റെ ലെങ്ത്തും ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്തും കൂടി ജസ്റ്റ് ഒന്ന് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എത്രയാണോ നമുക്ക് ബേക്കിലേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത്, ഈ പ്രകാരം നിങ്ങൾ അളവ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ അളവുകൾ എടുത്തിട്ട് നമ്മൾ എഴുതി വെക്കുമ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് രണ്ടാം തവണ മാർക്ക് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും. അതിനാണ് ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്ക് അളവെടുക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ എടുക്കേണ്ടത്. ഈ 3 ലെങ്ത്തും എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് നെക്കിന് എത്ര ഇഞ്ചാണോ ലെങ്ത്ത് വേണ്ടത്, ബേക്കിലേക്ക് നെക്കിന് എത്ര ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എത്രയാണ് ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രകാരം 6 ഇഞ്ചും 3 ഇഞ്ചാണ് എടുക്കേണ്ടത്. ബേക്കിലേക്ക് 3 ഇഞ്ചും ഫ്രണ്ടിലേക്ക് 6 ഇഞ്ചും ആയിട്ടാണ് ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ നെക്കിന് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. പക്ഷേ ഇവിടെയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ചിലപ്പോൾ എനിക്കാണ് ഡ്രസ്സ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ എൻ്റെ നെക്കിന് ലെങ്ത്ത് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതിനൊന്നും ഒരു അളവിൽ നിന്നും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ നെക്കിന് ലെങ്ത്ത് കൊടുക്കില്ല. ലെങ്ത്തിൻ്റെ കാര്യം കേട്ടോ, ഇവിടുത്തിൻ്റെ കാര്യമല്ല, ലെങ്ത്തിൻ്റെ കാര്യം. അപ്പോൾ ഈ 2 അളവും കൂടി എഴുതി വെക്കാം. ബേക്കിലെ നെക്കിൻ്റെ ലെങ്ത്തും ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്തും എഴുതി വെക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ബേക്കിൽ നിന്നാണ് ഷോൾഡർ എടുക്കേണ്ടത്. ആ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. എത്ര ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത് എന്നുള്ളത്, ഒരു തോളൽ തൊട്ട് മറ്റൊരു തോളൽ വരെയുള്ള ഷോൾഡറിൻ്റെ വീതി അത് എഴുതി വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ആം ഹോളിൻ്റെ റൗണ്ടാണ്. നമ്മുടെ ആം ഹോളിൻ്റെ ഈ ഒരു ചുറ്റളവാണ്. ഈ ആം ഹോളിൻ്റെ ചുറ്റളവും ഷോൾഡറിൻ്റെ വീതിയും തമ്മിൽ ചെറിയൊരു കണക്റ്റ് ഉണ്ട്. ഭൂരിഭാഗം ആളുകൾക്കും ഇത് രണ്ടും ഒരേ സെയിം അളവായിട്ടായിരിക്കും കിട്ടുക. നമ്മൾ പല വീഡിയോസിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ക്ലാസ്സിന് പോയവരൊക്കെ പഠിച്ചിട്ടുണ്ടോ, നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത അതേ അളവ് തന്നെ ആം ഹോളിൽ മാർക്ക് ചെയ്യണം എന്നുള്ളത് ഭൂരിഭാഗം അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ കിട്ടുന്ന അതേ വീതി തന്നെ ആം ഹോളും കിട്ടുന്നത് കൊണ്ടാണ്. പക്ഷേ ചില ആളുകൾക്ക് ഷോൾഡറിൻ്റെ വീതിയും ആം ഹോളിൻ്റെ റൗണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് കരുതി 2 ഇഞ്ചിലെ മേലേക്ക് വ്യത്യാസങ്ങൾ വരില്ല. 2 ഇഞ്ചോളം വ്യത്യാസം വന്നു കരുതി. ഇപ്പോൾ ഉദാഹരണം, എനിക്കിപ്പോൾ ഒരു 14 ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ആം ഹോൾ 16 ഇഞ്ചോളം വന്നെന്ന് കരുതാം. അതല്ല, എൻ്റെ ആം ഹോൾ 14 ഇഞ്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എൻ്റെ ഷോൾഡർ 14 ഇഞ്ചായെന്നും വരാം. 2 ഇഞ്ചിൻ്റെ മേലേക്ക് വ്യത്യാസം വരില്ല. ചിലർക്ക് 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വരും, 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വരും, 1.5 ഇഞ്ച്, 2 ഇഞ്ചിൻ്റെ അതിൻ്റെ മേലേക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അളവെടുത്തതിൽ എന്തോ ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. മനസ്സിലായോ? പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അത് സെയിം ആയിട്ടായിരിക്കും കിട്ടുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മുടെ ഓരോ വണ്ണങ്ങൾ, ഇപ്പോൾ ആം ഹോളിൻ്റെ റൗണ്ട് ഈ ഒരു വണ്ണം നമ്മൾ മാർക്ക് ചെയ്തല്ലോ. അതിനുശേഷം ഇനി നമ്മൾ ഓരോരോ വണ്ണങ്ങളും മാർക്ക് ചെയ്ത് വെക്കാം. ഏതൊക്കെ ആദ്യം വേണ്ടത്, നമ്മുടെ ചെസ്റ്റിൻ്റെ റൗണ്ട്. ചെസ്റ്റിൻ്റെ റൗണ്ട് കക്ഷത്തിലൂടെയാണ് എടുക്കേണ്ടത്. നമ്മുടെ ബസ്റ്റിൻ്റെ റൗണ്ടിൻ്റെ അളവല്ല വേണ്ടത്. ബസ്റ്റ് വേറെ, ചെസ്റ്റ് വേറെയാണ്. ബസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിപ്പിൾ പോയിൻറ്റിൻ്റെ ആ ഒരു ഭാഗത്തുള്ള റൗണ്ടിനാണ് ബസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബസ്റ്റിൻ്റെ ഭാഗത്തെ റൗണ്ടല്ല നമുക്ക് വേണ്ടത്. ഓൾറെഡി നമുക്ക് ചെസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ലൂസ് അളവും കൂട്ടിയിട്ടുള്ള ഫോർമുല പ്രകാരമാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ബസ്റ്റിൻ്റെ റൗണ്ട് നമുക്ക് ആവശ്യമില്ല, ചെസ്റ്റിൻ്റെ റൗണ്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക, ചെസ്റ്റിൻ്റെ റൗണ്ട്. ദെൻ അടുത്തത് ഏതാ? ചെസ്റ്റിൻ്റെ റൗണ്ട്. ചെസ്റ്റ് റൗണ്ട്. ഓക്കെ, ചെസ്റ്റിൻ്റെ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൗണ്ട് ഏതാ? വേസ്റ്റിൻ്റെ റൗണ്ട്. ബോഡി മീൻ വേസ്റ്റിൻ്റെ നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തെ റൗണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഹിപ്പിൻ്റെ റൗണ്ട്, അതായത് ഹിപ്പ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബോഡി മീൻ മനസ്സിലായില്ല? അതായത് നമ്മളെ വയറുണ്ടല്ലോ, വയറിന്റെ ഭാഗമാണ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് താഴ്ത്തിട്ടാണ്? അതായത് നമ്മുടെ നിപ്പിൾ പോയിന്റിന്റെയും ബെല്ലി ബട്ടന്റെയും സെന്റർ ഭാഗം. ഓക്കെ, അതായത് ഷേപ്പ്, നമ്മുടെ ഡ്രസ്സിന്റെ ഷേപ്പ് വരുന്ന ഭാഗം എവിടെയാണോ അവിടുത്തെ വണ്ണം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഹിപ്പിന്റെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ വയറിന്റെ ഭാഗം, വയറിന്റെയും ബട്ടക്സിന്റെയും താഴത്തെ വയറിന്റെയും ബട്ടക്സിന്റെയും സെന്റർ ഭാഗം, നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗം. അത് സൈഡ് ഓപ്പൺ അടിക്കുന്നവർ ആ ഒരു ഭാഗത്തെ റൗണ്ട് എടുക്കുക, അല്ലാത്തവർ താഴത്തെ റൗണ്ട് എടുക്കുക, എവിടുത്തെ സീറ്റിൻ്റെ റൗണ്ട് എടുക്കുക. ഇനി ഈ സീറ്റിൻ്റെ റൗണ്ടും നമ്മുടെ തൊട്ട് മേലുള്ള വേസ്റ്റിൻ്റെ താഴെയുള്ള, അതായത് സീറ്റ് റൗണ്ടും നമ്മുടെ സൈഡ് ഓപ്പൻ്റെ ഭാഗത്തുള്ള റൗണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹിപ്പ് റൗണ്ടും സീറ്റ് റൗണ്ടും
ഹിപ്പിൻ്റെ റൗണ്ടും സീറ്റിൻ്റെ റൗണ്ടും ഇത് തമ്മിൽ നോർമൽ ബോഡി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ 2 ഇഞ്ചിൻ്റെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു ഭാഗം, ഹിപ്പ് മീൻ നമ്മുടെ ബെല്ലി ബട്ടൻ്റെ താഴെയുള്ള ആ ഭാഗം എന്ന് കരുതി ബട്ടക്സിൻ്റെ മേലെയുള്ള ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹിപ്പ് റൗണ്ട് ആക്കിയിട്ട് കണക്കാക്കുന്നത്. ആ ഒരു സൈഡ് ബെല്ലി ബട്ടൻ്റെ താഴെ നിന്ന് സീറ്റിൻ്റെ ലെങ്ത്ത് വരെ ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് മൊത്തം ഹിപ്പ് തന്നെയാണ്. ആ ഒരു ഏരിയക്ക് മൊത്തം ഹിപ്പ് എന്ന് തന്നെയാണ് പറയുക. എങ്കിലും നമ്മുടെ സൈഡ് ഓപ്പൻ്റെ ചുരിദാറിനും നോർമൽ ചുരിദാറിന് എലേൻ്റെ ചുരിദാറിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ടും ബട്ടക്സിൻ്റെ ആ ഒരു റൗണ്ട്, അതായത് സീറ്റിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, അത് തമ്മിൽ നോർമൽ ബോഡി ഉള്ളവർക്കാണെങ്കിൽ 2 ഇഞ്ച് വ്യത്യാസം വരും. പിന്നെ ഇത്തിരി വയർ കുറച്ച് കൂടുതലുള്ള ആളുകളുണ്ടാവും, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി വയർ ചാടിയവരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു ബട്ടക്സിൻ്റെ ഭാഗം വീതി കുറഞ്ഞെന്നും വരും, അതായത് റൗണ്ട് കുറഞ്ഞെന്നും വരും. ആ മേൽഭാഗത്ത് വയറിൻ്റെ ഭാഗത്ത് കുറച്ച് റൗണ്ട് കൂടുതൽ, വണ്ണം കൂടുതലായിട്ട് കിട്ടിയെന്നും വരും. നമുക്ക് എവിടുത്തെ വണ്ണാണോ കൂടുതലായിട്ട് കിട്ടിയത് അതാണ് നമുക്ക് അവിടുത്തെ മാർക്കായിട്ട് നമ്മൾ കാണേണ്ടത്, അവിടുത്തെ റൗണ്ടായിട്ട് നമ്മൾ കാണേണ്ടത്. പക്ഷേ നോർമൽ ബോഡീനെ അപേക്ഷിച്ചിട്ട് ഹിപ്പിൻ്റെ റൗണ്ടിനേക്കാൾ 2 ഇഞ്ച് കൂടുതലായിരിക്കും സീറ്റിൻ്റെ റൗണ്ടായിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ളവർ സൈഡ് ഓപ്പൺ ചുരിദാർ തയ്ക്കുമ്പോൾ ഹിപ്പിൻ്റെ റൗണ്ട് കൊടുക്കുക, സൈഡ് ഓപ്പൺ അല്ലാത്ത ചുരിദാർ തയ്ക്കുമ്പോൾ സീറ്റിൻ്റെ റൗണ്ട് കൊടുക്കുക. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. അത്രയും കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്കിൻ്റെ അകലം ഇനി മാർക്ക് ചെയ്യേണ്ടത് നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യേണ്ടതാണ്. ഈ നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യാൻ നമ്മൾ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? നെക്കിൻ്റെ അകലം പഠിക്കാൻ പോയവരുണ്ടതില്ലേ ഈ കൂട്ടത്തിൽ? ചുരിദാറോ മറ്റെന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ പോയവരുണ്ടോ? ഇല്ല. മൈക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ. നമ്മൾ പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ പഠിച്ചു വരുന്നത് ഒരു നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യാൻ 3 ഇഞ്ചിൽ 4 മടക്കി വെച്ച ക്ലോത്തിൽ 3 ഇഞ്ചിലാണ് നമ്മൾ നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെമ്മിയുടെ അളവിലാണ് നമുക്ക് എപ്പോഴും, ഡെമ്മിയുടെ അളവിൻ്റെ ആ അളവാണ് നമുക്ക് എപ്പോഴും പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയുടെ അളവിലല്ല നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യുന്നത്, ഒരു ഡെമ്മിയുടെ അളവിലാണ് നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്യുന്നത്. ആ ഡെമ്മിയുടെ അളവ് പ്രകാരം ആ ഡെമ്മിയുടെ നെക്കിൻ്റെ റൗണ്ട് ആള് വരുന്നത് അങ്ങനെയാണ്. മറിച്ച് എല്ലാവർക്കും ഈ ഒരു 12 ഇഞ്ചിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ഒരു 3 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത്തിരി തടി കൂടിയ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ റൗണ്ട് 12 ഇഞ്ചല്ലല്ലോ വരാം, ചിലപ്പോൾ 14 ഇഞ്ച് വന്നെന്ന് വരും, 15 ഇഞ്ച് വന്നെന്ന് വരും. ഓവർ തടി ഉള്ളവർക്കാണെങ്കിൽ 16 ഇഞ്ച് വന്നെന്ന് വരും. അപ്പോൾ അവർക്ക് പോയിട്ട് നമ്മൾ ഈ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തത് കൊണ്ടോ 3 ഇഞ്ചിൻ്റെ അളവിൽ നെക്കിൻ്റെ അകലം കൊടുത്തത് കൊണ്ടോ ശരിയാവോ? ഇല്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ പകർത്താതെ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ എത്ര ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ അകലം കിട്ടുക എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ആ ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ അയച്ചു തരാം. ഈ അയച്ചു തരുന്നത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമുള്ളവർ ചിലപ്പോൾ അവരെന്താ കരുതുന്നുള്ള രീതിയിലിരിക്കും. അങ്ങനെയൊന്നും കരുതണ്ട, അത് അയക്കാം. നമ്മുടെ ഒരേ സൈസിലുള്ള ഒരേ ചെസ്റ്റിൻ്റെ വണ്ണത്തിലുള്ള ആളുകളുടെ തന്നെ അളവുകൾ കിട്ടുമ്പോൾ എന്താണ് അതിലും നിങ്ങൾക്കും അവർക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് എല്ലാവരും ഫോട്ടോ ഗ്രൂപ്പിൽ അയക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അളവിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്, നിങ്ങൾ അളവെടുത്തതിൽ തെറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അളവെടുത്തവരെല്ലാവരും ഗ്രൂപ്പിൽ അയക്കാം. മനസ്സിലായോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് എൻ്റെ ചെസ്റ്റിൻ്റെ റൗണ്ട് 30 ആണെന്ന് കരുതാം, 30 അല്ല എന്നാൽ കരുതാം, 30 ആണെന്ന് കരുതാം. ഞാൻ എൻ്റെ 30 ഇഞ്ചിൻ്റെ റൗണ്ട് അടയാളപ്പെടുത്തി, ഇപ്പോൾ എൻ്റെ നെക്കിൻ്റെ റൗണ്ട് 12 ഇഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ അടയാളപ്പെടുത്തല്ല എഴുതി ഗ്രൂപ്പിൽ അയച്ചു. അതേപോലെ തന്നെ ചെസ്റ്റ് റൗണ്ട് 30 ഇഞ്ചുള്ള ഒരു കുട്ടി നെക്കിൻ്റെ റൗണ്ട് 10 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഥവാ ഞാൻ എടുത്തതിലുള്ള എൻ്റെ തെറ്റാണെന്നുണ്ടെങ്കിലും എനിക്കത് അവിടെ തിരുത്താൻ പറ്റും. അതുകൊണ്ട് ഈ പറഞ്ഞ അളവുകളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ആരുടെ ബോഡിയിൽക്കാണോ നിങ്ങൾ ഇപ്പോൾ തയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവരുടെ ബോഡിയിൽ നിന്ന് ഈ പറഞ്ഞ അളവുകളൊക്കെ എടുത്തതിന് ശേഷം എഴുതിയിട്ട് ഗ്രൂപ്പിൽ അയക്കാം. ഓക്കെ. നമ്മുടെ ക്ലാസ് ഇപ്പോൾ കട്ടാവും, അതിൻ്റെ പവനായി ഇപ്പോൾ കട്ടാവും. ഇനി നമുക്ക് എല്ലാ മെഷർമെന്റും എടുക്കണോ? അതെ. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മെഷർമെന്റും കൊടുക്കണം. നമ്മുടെ ഈ ക്ലാസ് 1 മിനിറ്റേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടാം. 1 മിനിറ്റേ ഉള്ളൂ കേട്ടോ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ആവാൻ. ഓട്ടോമാറ്റിക് വൈൻഡപ്പ് ആവാൻ 40 മിനിറ്റ് ആയാലും. ഓക്കെ. ഫുൾ ലെങ്ത്ത്, ഷോൾഡർ ടു വേസ്റ്റിൻ്റെ ലെങ്ത്ത്, ഷോൾഡർ ടു ഹിപ്പിൻ്റെ ലെങ്ത്ത്, സൈഡ് ഓപ്പൺ അല്ലാത്ത ചുരിദാർ തയ്ക്കുന്നവരാണെങ്കിൽ ഷോൾഡർ ടു സീറ്റിൻ്റെ ലെങ്ത്ത്. ഓക്കെ. അതിനുശേഷം വരുന്നത് നെക്കിൻ്റെ ലെങ്ത്ത്, ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്ത്, ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത്. അതിനുശേഷം വരുന്നത് ഷോൾഡറിൻ്റെ വീതി, ഷോൾഡർ വിടുത്താണ് വരുന്നത്. ടോട്ടൽ ഷോൾഡർ എത്രയാണ് വരുന്നത്.
അതിനുശേഷം വരുന്നത് ആം ഹോളിൻ്റെ റൗണ്ട്. ആം ഹോൾ റൗണ്ടിൻ്റെ ശേഷം വരുന്നത് ചെസ്റ്റിൻ്റെ റൗണ്ട്. ചെസ്റ്റിൻ്റെ റൗണ്ടിന് ശേഷം വരുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ റൗണ്ട്. വേസ്റ്റിൻ്റെ റൗണ്ടിന് ശേഷം വരുന്നത് ഹിപ്പിൻ്റെ റൗണ്ട്. അത് സൈഡ് ഓപ്പൺ അടിക്കണമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ റൗണ്ടാണ് വേണ്ടത്. അതിനുശേഷം വരുന്നത് നമ്മുടെ നെക്കിൻ്റെ റൗണ്ട്. ഇനിയും അളവുകൾ എടുക്കാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ റെക്കോർഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ അയക്കാം. ഞാൻ ടെലഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നാളെ റെക്കോർഡ് അയക്കാം കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന രീതികൾ മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ പറ്റിട്ട് ഒന്നും അറിയാത്ത കാരണം എന്നാലും കുറച്ച് മനസ്സിലാവുന്നുണ്ട്. ഇതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ, അപ്പൊ എന്നാലും ഏകദേശം ഒരു രൂപം കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കുറച്ചും കൂടി കഴിഞ്ഞാൽ ശരിയാവുന്ന വിചാരിക്കും. ടെലിഗ്രാമിലാണോ ടെലിഗ്രാമിൽ ഇതേപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കുക? അതെ, നമ്മുടെ റെക്കോർഡ് ഉണ്ടാവും. റെക്കോർഡ് ക്ലാസ് അതിലാണ് അയക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ടെലഗ്രാമിൽ ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടി മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വീഡിയോ കാണാൻ, വർക്ക് ചെയ്ത് നമുക്കൊരു ശല്യം ഇല്ലാണ്ട് വീഡിയോ കാണാൻ വർക്ക്. നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇടില്ല, അഥവാ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൂടുതൽ മെസ്സേജുകൾ വരുന്നതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും അത് തിരഞ്ഞെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ വീഡിയോകൾ മാത്രമായിട്ട് ടെലിഗ്രാം മാത്രം ഏതാണ് ടെലഗ്രാമിന്റെ ഗ്രൂപ്പിൽ വേറെന്താ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, എന്ന് ക്രിയേറ്റ് ചെയ്യും. ഇല്ലല്ല, എന്ന് ക്രിയേറ്റ് ചെയ്യും, നാളെ വീഡിയോ ഇടും. നിങ്ങളെവിടെ സ്ഥലം? എൻ്റെ വീട് മലപ്പുറം പൊന്നാനി ചമ്രവട്ടം.